കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിലിനായി ഡ്രഡ്ജർ ഉടനെത്തിക്കും. ഇന്നലെ രാത്രി മഞ്ജുഗുനി അഴിമുഖത്ത് നിന്ന് ശിരൂരിലേക്കുള്ള യാത്രക്കിടെ വെളിച്ചക്കുറവ് കാരണം ഡ്രഡ്ജർ യാത്ര നിർത്തിവെച്ച് കരയ്ക്കടുപ്പിച്ചിരുന്നു. പുഴയിലെ 2 പാലങ്ങൾക്ക് മധ്യത്തിലുള്ള സ്ഥലത്താണ് ഡ്രഡ്ജർ നിലവിലുള്ളത്. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, 9 മണിയോടെ ഡ്രഡ്ജർ ശിരൂരിലേക്ക് എത്തിക്കുമെന്നായിരുന്നു നിലവിൽ ലഭിച്ച വിവരങ്ങൾ. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ആര്യ, ഡ്രഡ്ജർ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി മഞ്ജുഗുനി അഴിമുഖത്ത് നിന്ന് യാത്ര ഗംഗാവാലി പുഴയിലൂടെ തുടങ്ങി ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും രാത്രി വെളിച്ചക്കുറവ് കാരണം ഡ്രഡ്ജർ തീരത്ത് അടുപ്പിച്ച് നിർത്തുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അല്പസമയം മുമ്പാണ് യാത്ര തുടങ്ങിയത്. 10:30 അപകടം നടന്ന ഷിരൂരിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ ഉത്തര കന്നഡ ജില്ലാ കലക്ടറുമായി സംസാരിച്ചിരുന്നു. 10:30 ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ പങ്കുവച്ചത്. അതിനുശേഷം ഇത് അസംബിൾ ചെയ്തതിനു ശേഷം 4 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. 4 മണിക്ക് ജില്ലാ കലക്ടർ ആ സ്ഥലത്തെത്തുമെന്നാണ് മന്ത്രിയോട് അറിയിച്ചിരിക്കുന്നത്. മന്ത്രി ഇക്കാര്യം കേരളീയ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിലവിൽ ആ കാലാവസ്ഥ ശിരൂരിൽ അനുകൂലമാണ്. മഴയില്ല, പുഴയിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ പുഴയുടെ മധ്യഭാഗത്ത് മണ്ണിടിഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് കൂടുതൽ മണ്ണും കല്ലും അടിഞ്ഞുകൂടിയതായി കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന ആദ്യം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചതിന് ശേഷം നിശ്ചിത സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് 4 മണിയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും ഇനി ഇവിടെ എത്തിക്കാൻ ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മഞ്ജുഗുനി അഴിമുഖത്ത് നിന്ന് വേലിയിറക്ക സമയത്ത് മഞ്ജുഗുനി പാലം കടന്ന ഇന്നലെ ഡ്രഡ്ജർ എത്തിക്കുന്നതിനിടെയാണ് വെളിച്ചക്കുറവ് മൂലം അവിടെ നിർത്തിയിടേണ്ടി വന്നത്. ഇന്ന് അല്പസമയം മുമ്പ് യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ കടന്നു പോകാനുള്ളത് ഈ ഷിരൂരിനടുത്തുള്ള റെയിൽവേ പാലമാണ്. ഈ പാലം കൂടി കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് അപകടം നടന്ന ഷിരൂരിലേക്ക് ഉള്ളത്. ഇവിടെ ഒരു പ്രതിസന്ധി ഉള്ളത് ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് ഈ ഭാഗത്തു കൂടി യാത്ര ചെയ്യുക എന്നതാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. അതിനനുസരിച്ച് സഞ്ചാര സമയം ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത്. കടലിൽ യാത്ര ചെയ്യുന്നത് പോലെ അത്ര സുഗമമല്ല. ആഴം കുറഞ്ഞ സ്ഥലങ്ങളും കൂടിയ സ്ഥലങ്ങളുമുണ്ട്. അതിനനുസരിച്ച് ഓരോ സ്ഥലത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചാണ് ഇതിന്റെ സഞ്ചാര സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമയമെടുക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പറയുന്നത് 10:30 ഇത് എത്തിക്കാൻ കഴിയും. അതിനുശേഷം ഇത് അസംബിൾ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. അതിന് എത്ര സമയമെടുക്കുമെന്ന് കൃത്യമായി നിശ്ചയമില്ല. 4-5 മണിക്കൂർ എടുക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അത് പൂർത്തിയായാലുടൻ ഇന്ന് നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ 4 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. ദിവസങ്ങളായി മഴ മാറി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും കാലാവസ്ഥാ പ്രവചനത്തിൽ ഷിരൂരിൽ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാവികസേന നടത്തിയ പരിശോധനയിൽ പുഴയുടെ ഒഴുക്കിന്റെ തോത് 3 നോട്ട്സിന് താഴെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തിരച്ചിലിനോടൊപ്പം തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സേവനം കൂടി തേടുമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ തിരച്ചിലിന്റെ ഭാഗമായിരുന്നു. ഓഗസ്റ്റ് 16 ഏറ്റവും ഒടുവിൽ ഇവിടെ തിരച്ചിൽ നടത്തിയത്. അന്ന് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് പറഞ്ഞ് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പലവിധ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഇത്രത്തോളം നീണ്ടുപോവുകയായിരുന്നു. 1 മാസവും 4 ദിവസവുമാണ് ഇന്നേക്ക് എടുത്തിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഉൾപ്പെടെ അർജുന്റെ കുടുംബം, സഹോദരി, ഭർത്താവ് ജിതിൻ നേരിട്ട് കണ്ട് ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ കൂടി സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. 1 മാസവും 4 ദിവസത്തിന് ശേഷം ഡ്രഡ്ജർ ഷിരൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.